ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ, പല്ലി, എട്ടുകാലി, എലി എന്നിവയെ തുരത്താനുള്ള നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ഉപ്പ് ഉപയോഗിച്ച് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നല്ല കിടിലൻ സൂത്രങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഉപ്പ് ഉപയോഗിച്ചിട്ട് കിച്ചണിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ ഓയിൽ, വെളിച്ചെണ്ണയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന പാത്രം നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് വഴുതി പോകുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് ഉപ്പ് നമ്മളുടെ കയ്യിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുമാത്രമല്ല, കുറച്ച് അധികം എണ്ണയൊക്കെ വാങ്ങിച്ച് വരുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു കാറിയ ടേസ്റ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എണ്ണ വാങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ബാഡ് സ്മെല്ലും ഈ എണ്ണയിൽ നിന്ന് വരുന്നതല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബൾക്കായിട്ട് പയറുവർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ പുഴുക്കൾ, വണ്ടുകളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ഇതുപോലെ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ആക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉപ്പ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ചെറിയൊരു കിഴിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ കുറച്ചധികം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ നമ്മൾ പൊടിച്ച് വെക്കുന്ന സമയത്ത് കട്ട കെട്ടാനും പൂപ്പൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ നമ്മളുടെ വാഷ് ബേസ്, സിങ്കിലൊക്കെ ബാഡ് സ്മെല്ല് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ല് നമുക്ക് പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ സിങ്കിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ആ സിങ്കിൻ്റെ ഹോളിലൂടെ വരുന്ന പാറ്റ, പല്ലി, എട്ടുകാലിയൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഉപ്പിനെ അണുക്കളെ നശിപ്പിക്കാനുള്ള നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ ടിപ്പാണെങ്കിൽ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്നത് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കുറച്ചധികം ഇതുപോലുള്ള ഗോതമ്പ് പൊടി, മൈദ, റാഗി പൊടിയൊക്കെ വാങ്ങിച്ച് സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ തുണിയിൽ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഒരു കിഴിയാക്കിയതിന് ശേഷം ആ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. കുറേ കാലം നമുക്ക് കേടാവാതെ ഈ പൊടികളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഡെയിലി ചായ കുടിക്കുന്ന ഗ്ലാസ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ചായക്കറയൊക്കെ ആയിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂമിലെ കപ്പിലും ഇതുപോലെ തന്നെയായിരിക്കും നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപ്പ് ഉപയോഗിച്ച് ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും ഉപ്പ് ഉപയോഗിച്ച് തന്നെ ഇത് ക്ലീനാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇത് വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് കേട്ടോ നമ്മളുടെ ഉപ്പ്. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. കപ്പും ഞാൻ ഇതുപോലെ തന്നെയാണ് കഴുകിയെടുക്കുന്നത്. വേറൊരു ബ്രഷോ സ്ക്രബ്ബറോ ഒന്നും തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഉപ്പിൻ്റെ കളറ് നന്നായിട്ട് ചെളിയുടെ കളറായിട്ട് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് നല്ല ക്ലീനായി നമുക്കിവിടെ കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം അഴുക്കുണ്ടായിരുന്നത് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ക്ലീനിങ് ആയിട്ട് കിട്ടുന്നൊരു സംഭവം തന്നെയാണ് നമ്മളുടെ ഉപ്പ്. അപ്പോൾ എല്ലാ കറിയും നന്നായിട്ട് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാം. ഗ്ലാസ്സൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ ചായയുടെ കറയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് പുതിയതായിട്ട് നമ്മൾ ഗ്ലാസ് കടയിൽ നിന്നും വാങ്ങിയതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും എത്രയ്ക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കപ്പും അതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങിയ കപ്പ് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ആ പിടിയുടെ ബാക്കിലുള്ളതൊന്നും നമുക്ക് ഉപ്പ് ഉപയോഗിച്ച് അവിടേക്കൊന്നും ഇട്ട് കഴുകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ മാത്രം ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ബക്കറ്റും കപ്പും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്.
ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ, പല്ലി, എട്ടുകാലി, എലി എന്നിവയൊക്കെ ഉപ്പ് ഉപയോഗിച്ച് എങ്ങനെ തുരത്താമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. 100% നാച്ചുറലായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല കിടിലൻ റെമഡി തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ്. അതിൻ്റെ തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, അതുപോലെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു 4-5 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഈ വെളുത്തുള്ളിയുടെ ഗ്രാമ്പിൻ്റെ സ്മെല്ലൊന്നും പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇതെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചതച്ചെടുത്തിട്ടുള്ള മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുകയായിരിക്കും ഇതിന് നല്ലത്. ഇനി ഞാനിതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതിൻ്റെ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചതച്ചെടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സവാളയുടെ തൊലിയാണ്. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന തൊലിയാണ്. സവാളയിൽ ധാരാളമായിട്ട് സൾഫർ അടങ്ങിയിട്ടുണ്ട്. സൾഫറിൻ്റെ സ്മെല്ല് പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സവാളയുടെ തൊലി ഉപയോഗിച്ചിട്ടുള്ളത്. സവാള നമുക്ക് എത്രത്തോളം എഫക്റ്റ് തരുന്നുണ്ടോ അത്രയ്ക്ക് നമ്മളുടെ സവാളയുടെ തൊലിയും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ തൊലി എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ ഞെട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല എന്ന് മാത്രം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇതിൻ്റെ എസൻസ് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഇതുപോലെ ഒരു ലൈറ്റ് പിങ്കിഷ് കളറായിട്ട് മാറുന്നുണ്ട്. കുറച്ച് സമയം കൂടെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അടഞ്ഞിട്ട് നമ്മളെ ബോട്ടിൽ നാശമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സാനിറ്റൈസറാണ് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ പ്രാണികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിൻ്റെ സ്മെല്ല് നമ്മളുടെ വീട്ടിലേക്ക് പാറ്റ, പല്ലി, എലി ഒന്നും തന്നെ വരില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാധാ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുടിയിൽ ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ രാത്രി സിങ്കും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് രാവിലെ തുടച്ചെടുത്താലും മതിയെ. കറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവില്ല കേട്ടോ. കിച്ചണിൽ കൂടുതലായിട്ടും രാത്രി നമ്മൾ കാണുന്നത് പല്ലി, പാറ്റയാണ്. പാറ്റയെ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ പല്ലിയെ നമുക്ക് പരമാവധി വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ പ്രാണികളെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലികൾ വരുന്നത്. അപ്പോൾ നമ്മൾ പാറ്റകളുടെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ പല്ലിയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ രാത്രി സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കുറേ സമയം ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ സ്മെല്ലുള്ളത് വരെ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് പോലും പാറ്റ, പല്ലി, എട്ടുകാലി, എലി ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മളുടെ സിങ്കിൽ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുക. ഇതിലൂടെയാണ് നമ്മളുടെ വീട്ടിലേക്ക് പാറ്റ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ പാറ്റ, പല്ലിയെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കിച്ചണും സിങ്കും നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഷെൽഫിലൊക്കെ വിരിക്കുന്ന ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ വെറുതെ കിടക്കുന്ന കാർഡ്ബോർഡ് ബോക്സൊക്കെ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ ഒഴിവാക്കുക. അതിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ചെറിയ ചെറിയ പാറ്റകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം കുറഞ്ഞ് കിട്ടുന്നതാണ്. ഇനി ഞാൻ കുറച്ച് സിങ്കിലേക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ഉരച്ചെടുക്കുന്നത്. സ്റ്റീൽ സ്ക്രബ്ബർ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഉപ്പിട്ട് നമ്മൾ ക്ലീൻ ചെയ്താൽ തന്നെ കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് നമ്മളുടെ സിങ്ക് ക്ലീൻ ആയിട്ട് വരുന്നതാണ്. മാത്രമല്ല ഉപ്പിൽ അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് സിങ്ക് വൃത്തിയായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സിങ്കൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മളുടെ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് ഈ സിങ്കിൻ്റെ മൂടി ഇട്ടിട്ടൊന്ന് മൂടി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് പാറ്റ പല്ലി ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. 100% റിസൾട്ട് കിട്ടുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സിങ്കൊക്കെ ക്ലീൻ ആക്കി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്പ്രേ ചെയ്ത് നമ്മൾ രാവിലെ ഒന്ന് കഴുകി കൊടുത്താൽ മതിയാവട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിൻ്റെ കംഫോർട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബോഡി സ്പ്രേ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ കുറച്ച് കംഫോർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ അടുക്കളയിലോ ഒക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബെഡ്റൂമിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ അടുക്കളയിലൊക്കെ വെക്കുകയാണെങ്കിൽ മീനൊക്കെ പൊരിക്കുമ്പോഴുള്ള സ്മെല്ല് ഒക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ല് എല്ലായിടത്തും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ ഇതുപോലെ നമ്മുടെ വീടിന് ചുറ്റിലും ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ലിന് നമ്മളുടെ വീട്ടിലേക്ക് പാറ്റ പല്ലി എലി ഒന്നും തന്നെ വരില്ല എന്ന് 100% ഉറപ്പാണ് കേട്ടോ. നിങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. തുടർച്ചയായിട്ട് ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.